ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ്. പ്ലാനിംഗ് ഇൻ ബിസിനസ്. പ്ലാനിംഗ് ഇസ് ക്രൂഷ്യൽ ഫോർ എനിത്തിങ്, റൈറ്റ്? എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും കൃത്യമായ മുന്നൊരുക്കം വേണം. അങ്ങനെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും. കൂൺസ് ഓർ ഡെനാൽ എന്നിവരുടെ ഡെഫിനിഷൻ പ്രകാരം പ്ലാനിംഗ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ്, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ വിൽ ഡു ഇറ്റ്. വലിയ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണല്ലോ ബിസിനസ്. അതിനാൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി മസ്റ്റാണ്. ഒരു ട്രിപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ റൂട്ട് പ്ലാൻ തയ്യാറാക്കാറില്ലേ? യാത്ര വെൽ ഓർഗനൈസ്ഡ് ആകാനും സമയവും പണവും വേസ്റ്റ് ആകാതിരിക്കാനും അത് സഹായിക്കും. ഇവിടെയും സെയിം ആണ്. പ്രോപ്പർ പ്ലാനിംഗ് ഹെൽപ്സ് ദ ബിസിനസ് സ്റ്റേ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓർഗനൈസിംഗ് വർക്ക്, ഹയറിംഗ് പീപ്പിൾ, ഗിവിംഗ് ഡിറക്ഷൻസ്, ചെക്കിംഗ് പ്രോസസ് തുടങ്ങി ബിസിനസിന്റെ ഓരോ പാർട്ടും സ്മൂത്തായി നടക്കാനും ഇത് അത്യാവശ്യമാണ്. ഇനി ഞാൻ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിയുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നത് പ്ലാനിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനേജ്മെന്റ് എന്ന് വിളിക്കാം. പ്ലാനിംഗ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. ലക്ഷ്യം ഉള്ളിടത്തെ പ്ലാനിംഗ് ഉള്ളൂ. ബിസിനസിന്റെ എല്ലാ ലെവലിലുമുള്ളവർക്ക് പ്ലാനിംഗ് നടത്താം. അതിനി ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയാലും ശരി, ലോവർ ലെവൽ മാനേജേഴ്സ് ആയാലും ശരി. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാൻസ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും പറ്റും. It's also a process of choosing the best option from various alternatives according to your company's aim and nature. ഇനി പ്ലാനിംഗ് കൊണ്ട് ബിസിനസ്സിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. പ്ലാനിംഗ് ബിസിനസ്സിന് ഒരു ഡയറക്ഷൻ തരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു വ്യക്തത നൽകാൻ അതിനാൽ സാധിക്കുന്നു. ഭാവിയിൽ ബിസിനസ് നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനും ഓരോരുത്തരെയും പ്രിപ്പയർഡ് ആക്കുന്നു. ഇറ്റ് എൻകറേജസ് ന്യൂ ഐഡിയാസ്. ബിസിനസ്സിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ മെച്ചപ്പെട്ട സ്ട്രാറ്റജീസിനെ പറ്റി ചിന്തിക്കാനും ബെറ്റർ ചോയ്സസ് എടുക്കാനും മാനേജേഴ്സിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ടീം വർക്ക്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒന്നിച്ച് സ്മൂത്തായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് എൻഷുർ ചെയ്യുന്നു. കൂടാതെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനും ആക്ടിവിറ്റീസിനെ മോണിറ്റർ ആൻഡ് കൺട്രോൾ ചെയ്യാനും പ്ലാനിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ when it comes to business, planning is so crucial. നാളെ എന്ത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എങ്കിലും we can still prepare, right? അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്സ് എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓൾവേസ് റിമെമ്പർ, ടുഡേയ്സ് പ്ലാനിംഗ് ഇസ് ടുമോറോസ് പവർ. അപ്പോൾ ഇനി എല്ലാവരും എക്സാമിനായി നല്ലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ഗുഡ് ബൈ.